എല്ലാവർക്കും നല്ല നമസ്കാരം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഇത് നമ്മുടെ ചാലക്കുടി സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയുടെ മുൻവശത്ത് കൂടെ മാർക്കറ്റിലേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡിൻ്റെ ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ പള്ളിയുടെ ഗേറ്റിൻ്റെ തൊട്ട് മുൻപിലായിട്ട്, അതായത് ഇടതുവശത്തായിട്ട് വാട്ടർ അതോറിറ്റി ചെയ്തു വെച്ചിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഒരു മഴക്കാല സമ്മാന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് നാളുകൾക്ക് മുൻപ്, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാത്രി ഈ റോഡിൻ്റെ ഇടതുവശം അത് വലിയ JCB ഉപയോഗിച്ച് തുറന്ന് വാട്ടർ അതോറിറ്റിയുടെ അനുബന്ധ എന്തോ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്, അറ്റകുറ്റപ്പണികളോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടാണ് ഇത് തുറന്നത്. നല്ല കാര്യം. റോഡിൻ്റെ സൈഡിലൊക്കെ തുറക്കാൻ കാണിക്കുന്ന ഈ വലിയ ജാഗ്രതയും ഈ ആവേശവും അത് അടച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ റോഡ് സഞ്ചരിക്കുന്ന ജനങ്ങളെ കൂടി, ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന ജനങ്ങളെ കൂടി നിങ്ങൾ മനസ്സിലോർത്തിട്ട് വേണം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇതുപോലെ സമ്മാന കാഴ്ച ഒരുക്കാൻ. ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിൽ ഇടപെടൽ നടത്തുന്ന മറ്റ് വേറെ ഏതെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. ഒറ്റ ഉത്തരമേ ഉള്ളൂ, വാട്ടർ അതോറിറ്റി. ഇവരിപ്പോൾ അവിടെ കാണിച്ചു വെച്ചേക്കുന്നത് കൊണ്ടുള്ള ദോഷം എന്തെന്നറിയാം? 3 സ്ത്രീകളായി അവിടെ നിന്ന് ഇരുചക്ര വാഹനത്തിൽ നിന്ന് വീഴുന്നത്. നമ്മുടെ പള്ളി എത്തുന്നതിനേക്കാൾ മുൻപ് ആ കനാലിലേക്ക്, പള്ളിയുടെ തൊട്ട് സൈഡിലുള്ള കനാൽ വഴി തൊട്ട് സൈഡിൽ കൂടെ റോഡിലേക്ക് തിരിയുന്ന ഭാഗം മുതൽ, അതായത് പള്ളിയുടെ ആ മിനി പാരിഷ് ഹാളിൻ്റെ മുൻപിൽ തൊട്ട് ആ കടകളിരിക്കുന്ന ഭാഗം വരെ, ആ വെജിറ്റബിൾ ഷോപ്പ്, കൂരൻസ് ബേക്കറി അവിടം വരെ ആ ഇടതുവശത്ത് നിങ്ങൾ കാണുന്ന കാഴ്ച കാണില്ലേ? ഒന്നാമതേ കുപ്പിക്കഴുത്ത് പോലെ ഇരിക്കുന്ന റോഡ്. ഈ റോഡിൻ്റെ ഈ ഇടതുവശം ഈ വാട്ടർ അതോറിറ്റി അവിടെ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം മണ്ണ് അങ്ങനെ ഇട്ടുകൊണ്ട് പോവുക. ഇത് പ്രധാനപ്പെട്ട റോഡല്ലേ? ചാലക്കുടി നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡല്ലേ ഈ റോഡ്? ഇങ്ങനെയാണോ നിങ്ങൾ കാണിക്കേണ്ടത്? ജനങ്ങളെ ഇതുപോലെ ദ്രോഹിക്കാൻ, ഇതുപോലെ മഴക്കാലഘട്ടത്തിൽ ഇതുപോലെ ദ്രോഹിക്കുന്ന മറ്റൊരു സംവിധാനം വേറെ ഇല്ല വാട്ടർ അതോറിറ്റി. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഈ സാധനം അതിൻ്റെ മുകളിൽ മെറ്റലിട്ട് ഫില്ല് ചെയ്ത് ഉറപ്പിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? ഇത് ഇങ്ങനെ കാണിക്കുന്ന 3 പേരാണ് അവിടെ വീണത്. അവിടെ നിങ്ങൾ കടക്കാരോ പറയണത് കേട്ടോ, 3 പേരാണ് അവിടെ വീണത്. അതുമാത്രമല്ല, ഈ മഴക്കാലം കണ്ടിട്ടാണോ ഈ പണികളൊക്കെ ആരംഭിക്കേണ്ടിയിരുന്നത്? 2 വാഹനങ്ങൾ, ഒരു വാഹനം ചാലക്കുടി സൗത്തിൽ നിന്നും ഒരു വാഹനം ഈ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ നേരെ ഇറങ്ങാണ്. ഈ ചെറിയ വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. അതുമാത്രമല്ല, അവിടെ കടയിലിരിക്കുന്ന, തൊട്ടടുത്ത് തന്നെ കടകളാണ്, ആ കടയിലിരിക്കുന്ന ആളുകളുടെ മേത്തേക്കൊക്കെ ചെളിവെള്ളം തെറിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഏറ്റവും വലിയ ഒരു ദുരിത കാഴ്ച മഴക്കാലത്ത് വാട്ടർ അതോറിറ്റി സമ്മാനിക്കുകയാണ്. ഇനി ഞായറാഴ്ച ദിവസങ്ങൾ ഇതിനേക്കാളും വലിയ കാഴ്ച. കാരണം പള്ളിയിൽ വരുന്ന ആളുകൾ കുർബാന കഴിഞ്ഞൊക്കെ പോകുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യഫലം അനുഭവിക്കുക. ചാലക്കുടി നഗരസഭ ഈ വിഷയത്തിലൊന്നും ഇടപെടണം. വാട്ടർ അതോറിറ്റിയിൽ വലിയ ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി പല റോഡുകളും തുറക്കാൻ വേണ്ടി പോകണ്ടോ? അപ്പോൾ അത് തുറന്നോ? പക്ഷേ ആ തുറന്നു കഴിഞ്ഞിട്ട് ആ പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ട് ആ തുറക്കുമ്പോഴുള്ള ആവേശം ഒന്ന് കാണിക്കണം. ടാർ ചെയ്തിട്ടില്ലെങ്കിലും മെറ്റലിട്ട് എന്തെങ്കിലും ഉറപ്പിച്ച് ആ മാർക്കറ്റ് വരെയുള്ള ഭാഗം, ആ കടക്കാരെ അനുഭവിക്കുന്ന സംഭവം എന്താ? ആ വെട്ടിടവ് ഭാഗത്തു നിന്നുള്ള സ്ഥലത്ത് കുറച്ച് മെറ്റലിട്ട് അത് ആരണവത് ചെയ്തത്, ബാക്കി ഇങ്ങനെ തുറന്നു കിടക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഏറ്റവും വലിയ ദുരിതക്കാഴ്ചയാണ് ജനങ്ങൾക്ക് നൽകുന്നത്. ഈ വിഷയത്തിൽ ഭരണാധികാരികൾ ഇടപെടണം. ആളുകൾ ഇനി പല്ലടിച്ച് വീണ് വേറെ ദുരിതങ്ങൾ സമ്മാനിച്ചിട്ട് തനത് ഫണ്ടിൽ നിന്ന് എടുത്ത് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാട്ടർ അതോറിറ്റിക്കും ചെയ്യാൻ പറ്റില്ല, നഗരസഭയ്ക്കും ചെയ്യാൻ പറ്റില്ല. ആൾക്കാരോട് അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും വിഷയത്തിൽ ഇടപെടണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇതാണ് കാഴ്ച. ബാക്കി അവിടെ ഇരിക്കുന്ന ആളുകളോട് സംസാരിക്കാം. നമ്മുടെ കടയുടെ ഉമ്മറത്ത് തന്നെ വെച്ചിട്ടൊരു പെൺകുട്ടി സ്കൂട്ടറിന് വീണു. അതിൻ്റെ കാലൊക്കെ പൊട്ടി, വണ്ടി മിറർ പോയി, എല്ലാ ഇതും. പിന്നെ അവസാനം ഇവിടെ എടുത്ത് നമ്മൾ വിട്ടതൊക്കെ ഭയങ്കര അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉണ്ടായിട്ടുണ്ട്. പള്ളി റോഡിൽ മുതൽ നമ്മുടെ മാർക്കറ്റ് വരെയുള്ള കാണുന്ന ഈ കുഴി കൊണ്ടും മഴ വന്നാൽ ഒരു വാഹനങ്ങൾക്കും പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സ്ത്രീ ഈ കുണ്ടിയിൽ വീഴാൻ സാഹചര്യമുണ്ടായി. അത് എന്നിട്ട് പറയാം, അപ്പോഴത്തെ ഇവിടുത്തെ ജനങ്ങളുടെ പള്ളിയങ്ങാടിയിലെ സുഹൃത്തുക്കളുടെ ഇടപെടലും ഒരു സ്ത്രീയെ രക്ഷിക്കാനും പറ്റി. അതുപോലെ തന്നെ ഈ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകാൻ നിരവധി ജനങ്ങൾ ഈ പള്ളി കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് പോകുന്ന വലിയൊരു ജനസഞ്ചാരമുള്ള റൂട്ടാണ്. നിത്യസംഭവമായിരിക്കുന്നതാണ്. ഇത് പൊളിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ വാട്ടർ അതോറിറ്റി ഇതിൻ്റെ എന്താ പറയുക, സാധാരണ പൊളിച്ചു കഴിഞ്ഞാൽ മറ്റേ ബേബി മെറ്റൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ പാറപ്പൊടികൾ കൊണ്ടുവരാറുണ്ട്. ഇതുവരെ ഇട്ടിട്ടില്ല. ഇതിനൊരു അറുതി വരുത്തുവാൻ വേണ്ടി ഇതിന് മുൻപിൽ നിൽക്കാൻ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവണം. ഇത് ചാലക്കുടി നഗരസഭയുടെ ശ്രദ്ധയിൽ വരണം, വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽ വരണം. ബന്ധപ്പെട്ട അധികാരികൾ കണ്ടു തുറക്കണമെന്ന്. ഇത് വാട്ടർ അതോറിറ്റി ഇവിടെ പൈപ്പ് ഇട്ടു. രാത്രി കാലങ്ങളിലാണ് ഒരു 9 മണി, രാത്രി 9 മണിക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി നേരം വിളിക്കുന്ന വരെ പൈപ്പുകൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവർ പൊളിക്കുന്നവരെന്നുണ്ടെങ്കിൽ ഈ മറ്റേ അന്യ സംസ്ഥാനക്കാരാണ്. അവർ പറഞ്ഞ അവർ മേലുദ്യോഗസ്ഥന്മാരെ അറിയിക്കാമെന്ന് പറഞ്ഞു. ഇതുവരെ നീങ്ങിയിട്ടില്ല.